ജില്ലയിൽ ഉൾപ്പെടെ പറയുന്നത് സംസ്ഥയുടെ AP വിഭാഗത്തിന്റെ വോട്ട് ഭൂരിഭാഗവും അത് ഇടതുപക്ഷത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ ഒരു മെക്കാനിസം ജലീലിന്റെ കയ്യിലുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ സാമുദായിക സംഘടനകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇത്തവണ എല്ലാ സാമുദായിക സംഘടനകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ പരസ്യമായി വിയോജിപ്പോ യോജിപ്പോ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന്റെ നേതൃത്വമുള്ള സംസ്ഥ, ആ സംസ്ഥ ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപനം നടത്തിയതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇനി അങ്ങനെ നടത്തിയെന്ന് തന്നെ വെക്കാം. അങ്ങനെ ഏതെങ്കിലും താല്പര്യം അവർ പ്രകടിച്ചു, അവർക്ക് അവരുടെ അവകാശമാണ്. ഒരു സംഘടന എന്ന രീതിയിൽ ആർക്ക് വോട്ട് ചെയ്യണം, എങ്ങനെ നിൽക്കണം, അവർക്ക് സ്വാഭാവികമായ അവരുടെ അവകാശമുണ്ട്. അതിന് മുകളിലൊന്നും ചോദ്യം ചെയ്യാനും അതിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താനൊന്നും ഞങ്ങൾ ആളല്ല. ഞങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ, അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാം. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അവരുടെ വോട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്, അവരുടെ വോട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന്. ഇത് കേട്ടില്ലേ നവാസിന്റെ ആ മറുപടി? റിപ്പോർട്ടറിന്റെ ആ ചോദ്യവും നവാസിന്റെ മറുപടിയാണ്. അതാണ് നമ്മൾ അങ്ങനെ തന്നെ പറയണം. എന്താ മറുപടിയില്ലേ? കൃത്യമായ മറുപടി പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ AP സംസ്ഥയുടെ നിലപാട് പറയാൻ KT ജലീലിന് ആരാ അധികാരം കൊടുത്ത്? KT ജലീൽ ആരാ? AP സമസ്തൻ്റെ മുഷാവറ അംഗമോ? എൻ്റെ പൊന്ന് ജലീലെ, നവാസ് പറയുന്നത് വളരെ കറക്റ്റാണ്. AP സമസ്തയുടെ വോട്ട് അവരെ ഓരോ വ്യക്തികൾക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് അവരെ സ്വാതന്ത്ര്യമാണ്. അതിൽ നമ്മൾ ആർക്കും പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ സംഘടനൻ്റെ തലപ്പത്തുള്ള ആര് പറഞ്ഞാലും അവരവർക്ക് അവരവരുടേതായ നിലപാടുണ്ട്. അപ്പം അതിൽ ചിലവർ CPM ചെയ്യുമായിരിക്കും, ചിലവർ ലീഗിന് ചെയ്യുമായിരിക്കും, UDF. അപ്പം അതിൽ നിങ്ങൾ വെറുതെ കലക്കാൻ നിൽക്കണ്ട. ആ മറുപടിക്കാണ് ഞാൻ